ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതൊക്കെ ഒരു വലിയൊരു കാര്യമാണ്. നിങ്ങളിപ്പോൾ ഈ ബിസിനസ് റൺ ചെയ്യുമ്പം നിങ്ങൾ ഫേസ് ചെയ്യുന്ന ക്രൈസിസ് എന്തൊക്കെയാണ്? പിന്നെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പം നിങ്ങൾക്ക് ഉണ്ടായ ക്രൈസിസ് എന്തൊക്കെയാണ്? ഇവൻ എല്ലാവരും ബിസിനസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്ന ഒരു പോയിന്റ് ഫിനാൻഷ്യൽ പറഞ്ഞ സംഭവം. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് ബാക്കപ്പ് ആയിട്ട് ഒരു ഫണ്ടോ കാര്യങ്ങളോ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി സ്റ്റാഫാണ്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഹ്യൂജ് ഫണ്ട് 6 മന്ത്ലി ഒരു ഫണ്ട് നമ്മൾ കാണണം. ആഫ്റ്റർ ഓൾ ബാക്കി മാർക്കറ്റിംഗിലെ ഫണ്ട് നമ്മൾ കാണണം. ഈവൻ ബാക്കിയുള്ള സ്റ്റാഫിനുള്ള ഫണ്ട് നമ്മൾ കാണണം. ഇതൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈവൻ അതിലുപരി മെൻ്റൽ സപ്പോർട്ട് സംഭവമുണ്ട്. അത് നമുക്ക് വേണ്ട. എനിക്ക് എൻ്റെ വീട്ടുകാർ അങ്ങനത്തെ ഒരു മെൻ്റൽ സപ്പോർട്ടോ കാര്യങ്ങൾ അവർ സ്ട്രഗിൾ ചെയ്യുന്ന പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മന്ത്ലി ഇവൻ എന്ത് കിട്ടും, എങ്ങനെ മാനേജ് ചെയ്യും, ഇവൻ വർക്ക് പോയില്ലെങ്കിൽ ഇത് മുന്നോട്ട് പോവോ ഇല്ലേ, ഇതെല്ലാം ഞാൻ ഫേസ് ചെയ്യുന്ന പോയിന്റ് ആയിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് ഉണ്ടായൊരു സപ്പോർട്ട് എൻ്റെ ഫ്രണ്ട്സാണ്. എടാ നീ തുടങ്ങ്, നമുക്ക് ബാക്കി കാര്യം നോക്കാം. അങ്ങനത്തെ കാര്യം ഏതൊരു പേഴ്സണും ആഗ്രഹിക്കുന്ന കാര്യം ഫ്രണ്ട്ഷിപ്പ് പോണി. അവിടെയാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയ പോയിന്റ്. അവർ പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എടാ നീ എന്ത് ഫണ്ട് നീ പറഞ്ഞു, നീ കടമായിട്ടൊന്നും വേണ്ട, നീ ഇൻവെസ്റ്റ് ചെയ്ത് നീ എപ്പോഴാണ് നീ സക്സസ് ആവുന്നത് ആ മൊമെൻറ്റിൽ തിരിച്ച് തന്നാൽ മതി എന്നൊരു ഒറ്റ പോയിന്റ് വേർഡിലാണ് ഇന്ന് ഞാനൊരു കമ്പനി തുടങ്ങാൻ മെയിൻ കാരണം. അത് ഇവർ നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ്. കാരണം എല്ലാവർക്കും അങ്ങനെ ഒരു ഇതുണ്ടാവും, യാതൊരു നിർബന്ധമൊന്നുമില്ല. പക്ഷെ എൻ്റെ നാലഞ്ച് കുറച്ച് സുഹൃത്തുക്കൾ തന്നൊരു മോട്ടീവും സപ്പോർട്ടും ഫിനാൻഷ്യൽ എല്ലാം ആണ് എന്നെ ഈ ലെവലിലേക്ക് തുടങ്ങാൻ ഒരു പ്രചോദനം തന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു പോയിന്റ്.